ഹലോ മക്കളെ, ഇർഫാൻ സാറാണ് Aegon Classes എന്ന്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ചാപ്റ്ററിൽ നിങ്ങൾ ഒരുപാട് പകരുന്ന അസുഖത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലേ. ഈ അസുഖങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പോയിന്റ് പോലും വിടാതെ നമ്മൾ എങ്ങനെയാ ഓർത്തു വെക്കുക? അതിന്റെ ഒരു ട്രിക്ക് പറയട്ടെ. എന്തൊരു അസുഖമാണെങ്കിലും നമ്മൾ ഈ 7 പോയിന്റ്സിൽ പഠിച്ചാൽ മതി. ഈ 7 പോയിന്റ്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അസുഖത്തിന്റെയും പോയിന്റ്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കിയാലോ. നിങ്ങൾ കേട്ടിട്ടില്ലേ കോമൺ കോൾഡ്, ജലദോഷം എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ ഈ കോമൺ കോൾഡ് ജലദോഷത്തിന് നമുക്ക് ഈ 7 പോയിന്റ്സിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാ അസുഖവും ഈ പോയിന്റ്സിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഒന്നാമത്തത് കോമൺ കോൾഡ് ഉദാഹരണം പറയുകയാണെങ്കിൽ അതിന്റെ ടൈപ്പ് ഓഫ് ഡിസീസ് ഏതാ? വൈറസ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു വൈറസ് ആണ്, വൈറൽ ടൈപ്പ് ആണ്, വൈറസ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് വൈറസ് ആണ്? കോസറ്റീവ് ഏജന്റ് ഏതാ? മൂക്കരല്ലേ ബാധിക്കുക? റൈനോ റൈനോ റൈനോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും എന്ത് വൈറസ് ആണ്? റൈനോ വൈറസ് ആണ്. ഇനി ഇത് ഏത് പാർട്സിനാണ് എഫക്ട് ചെയ്യുക? നിങ്ങൾ പറയും നെയ്സൽ ട്രാക്ട്, നെയ്സൽ എന്നൊക്കെ അല്ലേ. പക്ഷെ NCERT കൊടുത്തിട്ടുണ്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പൊ കോമൺ കോൾഡിന്റെ ഏതാണ് പാർട്സ് ഓർ ഏരിയ എഫക്റ്റഡ്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അതായത് ലങ്സിന്റെ ഭാഗത്തേക്ക് ആൽവലിനെ എഫക്ട് ചെയ്യുന്നില്ല. ഇനി എങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യാം? സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ തുമ്മുന്ന സമയത്തൊക്കെ അങ്ങനെയല്ലേ. ദാറ്റ് ഈസ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്. റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് വഴിയാണ് ഇത് മറ്റൊരാൾക്ക്. റെസ്പിറേറ്ററി ഇൽനെസ് അല്ലേ. ഇനി അല്ലെങ്കിലോ വേറെ ഒരാളെ യൂസ് ചെയ്തത് ഒരു സാധനങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാർ യൂസ് ചെയ്താലും കിട്ടും. ഷെയറിംഗ് യൂട്ടൻസിൽസ് എക്സെട്ര. അപ്പൊ മെയിൻലി ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ അസുഖം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? നിങ്ങൾ പറയും മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചിലപ്പോൾ നല്ല തുമ്മി സ്നീസിങ് എന്തായാലും ഉണ്ടാവും. തുമ്മി ശരീരം ആകെ ക്ഷീണമാവും. അപ്പൊ സെക്കൻഡറി ഇൻഫെക്ഷൻ ബാക്ടീരിയ വന്ന് എഫക്ട് ചെയ്യും. അപ്പൊ തൊണ്ടവേദന ഉണ്ടാവലുണ്ട്, തൊണ്ട അടയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് NCERT കൊടുത്തു മൂക്കൊലിപ്പ്, നെയ്സൽ ഡിസ്ചാർജ്, മൂക്കടപ്പ് എന്താ നെയ്സൽ കൺജഷൻ, തൊണ്ടവേദന സോർ ത്രോട്ട്, തൊണ്ട അടയുന്ന അവസ്ഥ ഹോസ്നെസ് എന്നാ പറയാ. ടയർഡ്നെസ് എന്തായാലും ഉണ്ടാവുമല്ലോ. സ്നീസിങ് പറയാം. പിന്നെ ചില സമയത്ത് നല്ല ചുമയുണ്ടാവാറുണ്ട്, കോഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേ ഈ സിംറ്റംസ് വെച്ചിട്ട് മാത്രം നമുക്ക് കോമൺ കോൾഡ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. കോമൺ കോൾഡിന് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടോ? ഇല്ല. കോമൺ കോൾഡിന് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമൊന്നുമില്ല. ആ സിംറ്റംസിൽ തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തിന്റെ ആവശ്യമുണ്ട്? ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ടോ? വൈറസ് ആയതുകൊണ്ട് ട്രീറ്റ്മെന്റിന് ആവശ്യമൊന്നുമില്ലേ? നിങ്ങൾ NCERT തന്നെ കൊടുത്തിട്ടുണ്ട് റെസ്റ്റ് ഈസ് മസ്റ്റ്. റെസ്റ്റ് ഈസ് മസ്റ്റ്. വിശ്രമം കൊടുത്താൽ മതി. എത്ര ദിവസം? 3 to 7 days. 3 മുതൽ 7 ദിവസം വരെ നിങ്ങൾ റെസ്റ്റ് കൊടുത്താൽ മതി എന്നാ പറയാ. മനസ്സിലായോ? ഇനി ചില വൈറൽ ഡിസോർഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ആന്റി വൈറൽ ഡ്രഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ബാക്ടീരിയൽ ഡിസോർഡേഴ്സും ഫംഗൽ ഡിസോർഡേഴ്സും ഒക്കെ നമുക്ക് ഈ രൂപത്തിൽ പഠിച്ചെടുത്തൂടെ. അപ്പൊ ഇതൊരു ട്രിക്ക് അല്ലേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.